ഹായ്, പുതിയ വീഡിയോയിലേക്ക് ചേർന്ന വീഡിയോയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു പിന്നെ അക്കൗണ്ട് പൂട്ടി, ഹയർസിന്റെ ഇന്നോവേഷൻ അക്കൗണ്ട് പൂട്ടി എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയത് ഒരു കമന്റ് ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ സന്തോഷിക്കുന്ന നിങ്ങളുടെ ഈ ചിരി കരച്ചിലാവാതിരിക്കാൻ പ്രാർത്ഥിച്ചോ. ഈ കമ്പനിയോട് നിങ്ങൾക്ക് എന്താ ഇത്ര വിരോധം? മറ്റുള്ളവരുടെ തകർച്ച കാണാനാണോ നിങ്ങൾ തകർച്ച കണ്ടാണോ നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നത്? ഇത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരുടെ തകർച്ച കാണുന്നതിലല്ല നമ്മുടെ വിഷമം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ പറ്റിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷനും ഇല്ലാത്ത ആൾക്കാരെ പലതും പറഞ്ഞ് പ്രലോഭിച്ച് പറ്റിച്ച് അവരുടെ സ്വരുക്കൂട്ടി വെച്ച ഭാവിയിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ച പൈസ തട്ടിച്ചു കൊണ്ടുപോകുന്ന ഇത്തരം ആൾക്കാർക്കെതിരെയാണ് ഞാൻ പണ്ട് മുതൽക്കേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നിയമം അതിനെ തടയിടുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. നിയമമാണ് ഇവിടെ വിജയിക്കേണ്ടത്, നിയമവാഴ്ചയാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ ഇതുപോലെയുള്ള കള്ളന്മാരുടെ വാഴ്ചയല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശ്രീനയും പ്രതാപനെയും ഇന്നലെ റെയ്ഡ് നടത്തുന്ന സമയത്ത് ശ്രീനയോ പ്രതാപനോ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അവർ 2-3 ദിവസമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചിലപ്പോൾ ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ HR ഇന്നോവേഷൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, പിന്നെ ഒരു അന്വേഷണം വരുന്നുണ്ട്, EDയുടെ അന്വേഷണം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇവർക്ക് സൂചനകൾ ലഭിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇവർ അവിടെ ഇവിടെയും കോടികൾ കൊടുത്തിട്ട് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവറെയും കൂട്ടിയിട്ട് ക്ഷേത്ര ദർശനത്തിന് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, കറുത്ത വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇൻഫർമേഷൻ തരുന്നുണ്ട്, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ ലീഡർമാരും, ഫിജീഷ് ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല, മറ്റ് ലീഡർമാരും തന്നെ വീട്ടിലില്ല എന്നാണ് അറിയുന്നത്. എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചതിൻ്റെ പ്രകാരം ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ റെയ്ഡ് വെറുതെ ആയില്ല. 32 കോടി രൂപയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 75 ലക്ഷത്തിൻ്റെ ആഭരണങ്ങളും കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ന്യായീകരിക്കുന്നത് ഭാര്യയുടേതാണ് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ, അല്ലെങ്കിൽ ഈ 32 കോടി കുട്ടികൾക്ക് ഫീസ് അടക്കാൻ വെച്ച 32 കോടിയാണ് ED എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെയുള്ള ബാലിശമായ വാദങ്ങളാണ് ഒളിവിലിരുന്നും നമ്മുടെ ശ്രീനയും പ്രതാപനും ഒക്കെ കൊടുത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവിടെയും ഓടിപ്പോയിട്ടില്ലല്ലോ എന്ന് ഇപ്പോഴും പാടുകയാണ്. എന്നാൽ ഇപ്പോൾ ഇവർ എവിടെയാണ്? ഇവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഇവർ ഒളിവിൽ തന്നെയാണുള്ളത്. ഇവരുടെ 2-3 ഇവർ വീട് ഈ കള്ളപ്പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിലൊന്നും ഇവരില്ല, ഇവർ ഒളിവിലാണ്. അപ്പോൾ ഇവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്, നമ്മൾ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട്. ഇവർ ED വരുന്ന സമയത്ത് ഇവർ ഒളിവിൽ പോയിട്ടുണ്ടായത് 1 മാസത്തോളം ഇവർ ഒളിവിലായിരുന്നു. അതുപോലെ തന്നെ GST വകുപ്പ് പ്രതാപനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ശ്രീന ഒളിവിലായിരുന്നു. അങ്ങനെ ഒളിവ് ജീവിതം ഇവർക്ക് ഒളിവ് പതിവാണ്. എന്നിട്ട് ഇവർ പറയും നമ്മളെവിടെയും പോയിട്ടില്ല, നമ്മളിവിടെ തന്നെയുണ്ട് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഇവർ പറയുന്നത് കുട്ടികൾക്കിടെ ഫീസ് അടക്കാൻ വെച്ച പൈസയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളപ്പണം കൊണ്ടാണ് ചിലപ്പോൾ ഭാര്യയ്ക്ക് സ്വർണം വാങ്ങി കൊടുത്തിട്ടുണ്ടാവുക. ആ സ്വർണം എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ജിനിലിൻ്റെ മകൻ്റെ പേര്, 5 വയസ്സുകാരൻ മകനാണ് മാസം 5 ലക്ഷം പേ ഔട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെയൊക്കെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യും. അപ്പോൾ ഇത് എൻ്റെ 5 വയസ്സുകാരൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചു കൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ നിയമത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരുടെ പേരിൽ ID അടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വീട്ടിൽ ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പേ ഔട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ മാരാറെന്നൊക്കെ പറഞ്ഞത് വീട്ടിലെല്ലാവരുടെ പേരിലും ID ആണ്, അക്കൗണ്ടുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്നിച്ച് പിന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്നത്തെ കോടതിയുടെ നടപടി എന്ന് പറയുന്നത്, കോടതിയിൽ യാതൊരു വിധത്തിലുള്ള പ്രൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. ഇവരിങ്ങനെ വളവള കുറച്ച് ഒച്ച കൂടുതലാണ്, അതുകൊണ്ട് അദ്ദേഹം
നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് എന്ന് പറയുകയും മാത്രമാണ് ചെയ്തത്. പക്ഷേ അതിനെയൊക്കെ എതിർവാദങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പോലീസിൻ്റെ റിപ്പോർട്ടുകൾ തന്നെ ഇതുണ്ട്. പോലീസിൻ്റെ ഇവരുടെ സോഫ്റ്റ്വെയർ ബാക്കപ്പ് CD-യിലുണ്ട്. അതൊക്കെ പരിശോധിച്ചാണ് ഡെസിഗ്നേറ്റഡ് കോർട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് കോർട്ട് ഏതെങ്കിലും കാര്യങ്ങൾ പരിഗണിക്കാതെ ഇരുന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അത്ര തോതിലുള്ള പരിശോധനയാണ് ഈ ഒരു ഹൈക്കോർട്ടിൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഹൈക്കോർട്ടിൽ ഉണ്ടാവും. അല്ലാതെ അവിടെ ഈ നമ്മളെ കമ്പനി അങ്ങനെയാണ്, നമ്മളെ കമ്പനി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളെ കമ്പനി എങ്ങനെയുള്ള കമ്പനിയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് വെറും മറയാണെന്നും നിങ്ങൾ 10 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും ബോണ്ടുകൾ ഇറക്കിയിട്ടുണ്ട് എന്നും OTTയിൽ ഷെയർ വാങ്ങിയിട്ടുണ്ട് എന്നും ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെറും നമ്മൾ ആമസോണിനെ പോലെയാണ്, ഫ്ലിപ്കാർട്ടിനെ പോലെയാണ് എന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ട് എന്നല്ലാതെ നിങ്ങളും അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ്. അവരുടെ പ്രവർത്തന രീതി നിങ്ങളുടെ പ്രവർത്തന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് വെബ്സൈറ്റ് മാത്രമാണ്. അതുപോലെ തന്നെയുള്ള വെബ്സൈറ്റ് നിങ്ങൾ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ, HR ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ അതൊക്കെ എത്ര പെട്ടെന്നാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആഘാതം വളരെ വലുതായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇതൊക്കെ കുറച്ച് സീക്രട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പേരിൽ തുടങ്ങണം, എന്നിട്ട് പറയണം ഇത് നമ്മളെ തന്നെയാണ്. ഇത് പേരിൽ തന്നെ ഹൈറിച്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് HR എന്ന് തുടങ്ങിയിട്ട് ഇന്നോവേഷൻ ഇത് നമ്മുടെ സ്വന്തം അടുത്ത കമ്പനിയാണ്, ഒന്ന് കൂട്ടിയപ്പോൾ മറ്റേത് തുടങ്ങിയതാണ് എന്നുള്ളതൊക്കെ തിരിച്ചടി ഉണ്ടാവും. കോടതിയിലും മറ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തിരിച്ചടി ഉണ്ടാവും എന്ന് ഇതൊന്നും പറഞ്ഞു തരാൻ നിങ്ങളെ ബുദ്ധിയിൽ ഒരുത്തനുമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് സങ്കടം. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, നമ്മുടെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലാണെങ്കിൽ നമ്മൾ അങ്ങ് പോയിട്ട് പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരാളെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആ ബാങ്കിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ ഒരു ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരാൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്കും ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ജാർഖണ്ഡിൽ നിന്ന് അറിയാവുന്നത്. അപ്പോൾ അവരുടെയും അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അവരുടെയും ED അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അറസ്റ്റിലായി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ ഹൈറിച്ച് എന്ന് പറയുന്നത് അവസാനിച്ചു എന്ന് തന്നെ പറയാം. ലീഡർമാരെ പോലും കോടിക്കണക്കിന് രൂപയുടെ ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് അതിൽ അന്തി ഉറങ്ങാനുള്ള യോഗമില്ലാത്തവരായിട്ട് മാറിയിരിക്കുകയാണ്. ഇവരിപ്പോൾ കാട്ടിലോ ഏതെങ്കിലും ലോഡ്ജിലോ ഗുഹയിലോ മറ്റോ ആണ് ഇപ്പോൾ ഒളിച്ച് താമസിക്കുന്നത്. അപ്പോൾ നിയമത്തിനെ അത്രമാത്രം ഇവർ ഭയപ്പെടുന്നു എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ EDയുടെ റെയ്ഡും കാര്യങ്ങളൊക്കെ തുടരുകയാണ്. അപ്പോൾ ഇത്രയും 10,000-ഓളം ആൾക്കാരാണ് ഇതിൽ പൈസ ഇട്ടിരിക്കുന്നത്. അതിൽ വലിയ തുകകൾ ഇട്ടവരെയും വലിയ തുകകൾ സ്വീകരിച്ചവരെയും ED ഒന്നൊന്നായിട്ട് പൊക്കിക്കൊണ്ടിരിക്കും. ഇവരുടെയൊക്കെ ആസ്തികൾ അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി അതൊക്കെ സ്വാഹ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ബൈ.